ഓക്കെ താങ്ക് യു കേട്ടോ. ഗൈസ് ആണ് കുറേ നാൾക്ക് ശേഷമാണ് ഗൈസ് നമ്മുടെ ലോസ് ആൻജോസിലോട്ട് ഞാൻ വരുന്നത് ഗൈസ്. ഇതാരാണ് ഗൈസ് എൻ്റെ ബൈക്ക് ഇത് മറച്ചിട്ടേക്കുന്നില്ല. എൻ്റെ ഗൈസ് എൻ്റെ കാറിൻ്റെ ചില്ലൊക്കെ ആരോ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ടല്ലോ. ഗൈസ് ഒരു മിനിറ്റ്, ഇതെന്താ ഭയങ്കര മണം. ഗൈസ് ഒടുക്കത്തെ മണം ഗൈസ് ഇവിടെ നമ്മുടെ വീടിൻ്റെ അകത്ത് ആരൊക്കെ. ഗായ്സ് ഇതെന്തൊരു ഗായ്സ് ഇതെന്താണ്. മൊത്തം ഇവിടെ പൂപ്പാണ് ഗൈസ്. മൊത്തം എന്ത് ഗാർബേജിന്റെ വേസ്റ്റ് ഒക്കെ ഗൈസ് മൊത്തവും. ഇതെന്താണ് ഗൈസ് ഇത്. ഗൈസ് ഒരു പ്രശ്നം കൂടെ ഉണ്ട് ഗൈസ്. ഇവിടെ ആയിരുന്നു ഞാൻ എൻ്റെ ലാപ്ടോപ്പ് വെച്ചിരുന്നത്, അതും കാണുന്നില്ല. ഗൈസ് ഓക്കെ, എൻ്റെ ടി വിയും കാണുന്നില്ല ഗൈസ്. ഇതപ്പോ ആരോ മനഃപൂർവ്വം. ഗൈസ് ഇതെന്താണ് ഗൈസ് ഇത്. ഫ്രാങ്ക്ലിൻ്റെ വീട് തന്നെയാണ് അതേന്ന് ഇത് ഗൈസ്. ഇവിടെ ഫുള്ള് വേസ്റ്റ് ആരോ ഇട്ട് നിറച്ചേക്കുക. നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട്. ഗൈസ് ഇത് ഫ്രാങ്ക്ലിൻ റോബ്ഡ് ആയിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഇത് എന്താ, നമ്മുടെ ടി വി ലാപ്ടോപ്പൊക്കെ എന്തെങ്കിലും എടുത്തോണ്ട് പോകണം. ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ് നമ്മളെ ഇത്. ഈ തറയിൽ ഞാൻ ഇച്ചിരി പൈസ വെച്ചിട്ടുണ്ടായിരുന്നു, അതെങ്കിലും. എൻ്റെ ദൈവമേ ഗൈസ്, ഇതിലും പൂപ്പാണ് മൊത്തം. ഗൈസ് ഇവിടെ ഇതെൻ്റെ ഡ്രസ്സിങ് റൂം, ഇതിൻ്റെ അവസ്ഥ ഉണ്ടാ ഗൈസ്. ഇതെന്തുവാണ് ഗൈസ് ഇത്. എൻ്റെ ദൈവമേ, ഫ്രാങ്ക്ലിൻ്റെ അവസ്ഥ ഗൈസ്. ഇവിടെ എൻ്റെ ബെഡിൻ്റെ മേളിലൊക്കെ ഗൈസ് ദേ ഒരു മൊബൈല് ഗൈസ്. ദേ ഒരു മൊബൈല് ഗൈസ്. നമുക്കിതൊന്ന് എടുത്തു നോക്കാം ഗൈസ്. ഗൈസ് നമ്മളാ മൊബൈൽ എടുത്തിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഇതെന്തൊരു പർപ്പിൾ കളറാണ് ഗൈസ് ഇതിൻ്റെ മൊബൈലിൻ്റെ കളർ. ഈ പർപ്പിൾ കളർ മൊബൈലുള്ളത് ഈ ലോസ് ആൻജലസിൽ തന്നെ മറ്റേ പർപ്പിൾ ഗ്യാങ്ങിൻ്റെ കയ്യിലാണ്. അവർ വല്ലതും ആണോ ഗൈസ്? നമുക്കേ ഇവര് ഗൂഗിളിൽ ലാസ്റ്റായിട്ട് എന്തോ സെർച്ച് ചെയ്ത് നമുക്ക് നോക്കി നോക്കാം ഗൈസ്. ഗൈസ് ഇതെന്താ ഒരു മാപ്പിൽ ഒരു വട്ടം വരച്ചിട്ടുണ്ട്. ഈ സ്ഥലം എനിക്കറിയാം. ഈ സ്ഥലം എനിക്കറിയാം. ഇതാണ് ഗൈസ് ആ സ്ഥലം. ഇത് നമുക്കപ്പോൾ ഇവിടെ എന്തായാലും പോയി നോക്കിയേ പറ്റത്തുള്ളൂ ഗൈസ്. ഇവിടെ ചെന്നാൽ നമുക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടാതിരിക്കത്തില്ല. ഇതിലാരോ എന്തോ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാളുടെ ഫോണാണ് ഗൈസ് ഇത്. അല്ലാതെ ഒരിക്കലും ഇവിടെ ഫോൺ വരത്തില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ ഗൈസ്. ഗൈസിൻ്റെ ഗൈസ് നമ്മളൊരു കാര്യം പറയാം. ഗൈസ് നമ്മുടെ ചോപ്പിനൊന്നും പറ്റിയില്ല ഗൈസ് എൻ്റെ ഭാഗ്യത്തിന്. പക്ഷെ നമുക്കിത് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ ഗൈസ്. നമുക്ക് എന്തായാലും പോലീസിനെ വിളിച്ച് എന്തായാലും പറഞ്ഞേക്കാം ഗൈസ് കാര്യങ്ങൾ. നമ്മളെന്തായാലും പോലീസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അവരിവിടെ വരുമെന്നാണ് പറഞ്ഞത്. നമുക്കെന്തായാലും മറ്റേ സ്ഥലത്തോട്ടൊന്ന് പോയി നോക്കാം ഗൈസ്. അവിടെ എന്തെങ്കിലും പ്രശ്നമോ എന്തെങ്കിലുമൊക്കെ ക്ലൂ കിട്ടാതിരിക്കത്തില്ല ഗൈസ്. എന്തായാലും നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഇത് കണ്ടുപിടിച്ച എൻ്റെ കൈ കിട്ടിയ ഗൈസ് അപ്പം കൊടുക്കാം. പക്ഷെ എന്നാലും നമ്മളോട് ഇത്ര വൈരാഗ്യമുള്ളത് ആരാണ് ഗൈസ്? എൻ്റെ പൈസ മൊത്തം പോയി. എത്രയോ കോടികളുണ്ടായിരുന്നു ഗൈസ്, അത് മൊത്തം പോയി. എൻ്റെ ദൈവമേ, ഞാൻ തറയിൽ വീണു. പക്ഷെ എന്നാലും ഗൈസ് ഈ ഹാക്ക് ചെയ്ത് ഗൈസ് ഹാക്ക് ചെയ്ത് എന്തിന് ഹാക്ക് ചെയ്ത് ബാങ്കിലുള്ള പൈസയും കൊണ്ടുപോയി ഗൈസ്. വീട് മൊത്തം അലങ്കോലമാക്കി ഇടുകയും ചെയ്ത് ഇറ്റി മൊത്തം ഗാർബേജ് വേസ്റ്റൊക്കെ കൊണ്ടിട്ട് ഗൈസ് മൊത്തം ഇതാക്കി. ഇത് ചെയ്ത് ആരാണെങ്കിലും നമുക്ക് കണ്ടുപിടിച്ച് പറ്റത്തുള്ളൂ ഗൈസ്. നമുക്ക് എന്തായാലും ഇവർ ആ മാപ്പ് മാർക്ക് ചെയ്തേക്കുന്ന അങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. എന്തെങ്കിലും ക്ലൂ കിട്ടാതിരിക്കത്തില്ല ഗൈസ്. അപ്പോൾ നമ്മളിത് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. ഈ സ്ഥലമാണ് അത് മാർക്ക് ചെയ്തേക്കുന്നത്. ഗൈസ് ഇവിടെ സെക്യൂരിറ്റി ഉണ്ട് ഗൈസ്. ചോദിച്ചു നോക്കാം. തൊട്ടെന്തായാലും നമുക്ക് കയറാം ഗൈസ്. ഇവിടെയും മറ്റവന്മാരെ കാണാതിരിക്കത്തില്ല ഗൈസ്. ചെറിയ പ്രശ്നമുണ്ട് ഗൈസ്. 2 സെക്യൂരിറ്റി വന്നിട്ടുണ്ട് ഗൈസ്. ഇവർ പറഞ്ഞിട്ട് അനുവാദം ഇല്ലെന്നാണ് പറയുന്നത്. നോക്കാം. എൻ്റെ കൂട്ടുകാരൻ വിളിച്ചിട്ടാണ് വന്നത്. എൻ്റെ കൂട്ടുകാരനകത്ത് ഇവിടെ ഉണ്ടെന്നായിരുന്നു പറഞ്ഞത്. ശരി ഗൈസ്. അപ്പോൾ നമ്മൾ പയ്യെ അവന്മാരെ പറ്റിച്ച് വിട്ടിട്ടുണ്ട് ഗൈസ്. ഈ മണ്ടന്മാരാന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. ഗൈസ്
ഇത് അവിടെ അവിടെ അങ്ങോട്ട് നോക്കിയ ഗൈസ്. ദേ പർപ്പിൾ ഗ്യാങ് ആണത്. എനിക്ക് ഉറപ്പായിരുന്നു ഗൈസ്. ഗൈസ് എൻ്റെ കയ്യിൽ പിസ്റ്റലുണ്ട് ഗൈസ്. പിസ്റ്റൽ വെച്ച് മതിയായിരിക്കും. എന്തായാലും അങ്ങോട്ട് ചെന്ന് നോക്കാം. ഡേയ് മറ്റേ ഇരിക്കടാ, താഴെ ഇരിക്കടാ. അതേടാ ഫ്രാങ്ക്ലിൻ തന്നെ. ഈ ഗിറ്റാറൊക്കെ ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എടുത്തോണ്ടല്ല, അവിടെ ഇരിക്കുന്നു. ഇപ്പൊ അവിടെ തറ കുനിഞ്ഞിരി മര്യാദക്ക്. അതേടാ നിന്നേക്ക് ഞാൻ വെറുതെ വിടാം. സത്യം പറ, എൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത എല്ലാ സാധനവും നീതിയൊക്കെ തിരിച്ചു വെച്ചോ. ഈ ഗിറ്റാർ ഉൾപ്പെടെ നീ തിരിച്ചുകൊണ്ട് വെച്ചോ. എൻ്റെയൊക്കെ ബോസ് ആരാന്ന് വെച്ചാൽ പേര് മര്യാദക്ക് ഇപ്പം എൻ്റെ അടുത്ത് പറയണം. സോറി ഫ്രാങ്ക്ലിൻ, അത് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റത്തില്ലേ? നിനക്കൊന്നും പറയാൻ പറ്റത്തില്ലടാ. നിനക്ക് പറയാൻ പറ്റത്തില്ല. നിനക്ക് പറയടാ മര്യാദക്ക്. സോറി ഫ്രാങ്ക്ലിൻ, അത് പറയാൻ പറ്റത്തില്ല. ഒരു മിനിറ്റാ, നിന്റെ മൊബൈൽ അടിക്കുന്നു. നിന്റെ മൊബൈൽ ഞാൻ ഒന്ന് എടുക്കട്ടെ. അടിക്കുന്നത് നിന്റെ മൊബൈൽ അടിക്കുന്നുണ്ട്. ഫ്രാങ്ക്ലിന്റെ കയ്യിലൊന്നും പെടല്. ഞാൻ എന്റെ വാട്സാപ്പിലോട്ട് ലൊക്കേഷൻ ഇട്ടുണ്ടോ, നീ അങ്ങോട്ട് വണ്ടി എടുത്തോണ്ടും വാ. അവൻ വിചാരിച്ച് നീയാ സംസാരിക്കുന്നെന്ന്. ഞാൻ ഇപ്പം ഈ വണ്ടിയും കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലാൻ പോകുന്നത്. നീ മര്യാദക്ക് സത്യം പറഞ്ഞിട്ട് ബോസിന്റെ പേര്. നീ പറയണ്ട. നീ പട്ടിയാ? പട്ടിയൊരു കുട്ടിയുമില്ല. ഓടാ പോ. നീ പറയണ്ട. നീ ഒന്നും. ഇപ്പം അവൻ വാട്സപ്പിൽ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട് ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങോട്ട് എന്തായാലും നമുക്ക് പോയിട്ട് അങ്ങോട്ട് പോയിട്ട് അവന്മാരെ പിടിച്ച് നല്ല വീക്കാൻ കൊടുക്കാം. ഒരു കോൾ വരുന്നുണ്ട് ഗൈസ്, നമുക്ക് നോക്കാം. ഹലോ. പിന്നെ മറ്റേ സിമിയോന്റെ അടുത്ത് നമ്മള് ഫ്രാങ്ക്ലിനെ മറ്റേ 2 കാറ് സെയിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ പൈസ സിമിയോന്റെ വാങ്ങിച്ചിട്ടേ അങ്ങോട്ട് വരാവുള്ളൂ. അപ്പൊ നമ്മുടെ ഒരു ഫെറാറി, ഒരു ലംബോർഗിനി ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മുടെ സിമിയോന്റെ അടുത്താണ് അവന്മാര് വിറ്റത്. അപ്പൊ പിന്നെ എന്തായാലും നമുക്കിനി അങ്ങോട്ട് പോയി ആദ്യമേ സിമിയോന്റെ അടുത്ത് ഒട്ടുകയില്ല. സിമിയോനും ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ പറ്റുമായിരിക്കും. നമുക്ക് എന്തായാലും ഇപ്പൊ സിമിയോന്റെ അടുത്തോട്ട് എന്തായാലും പോകാം ഗൈസ്. അപ്പൊ നമ്മൾ നമ്മുടെ സിമിയോന്റെ കടയിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. സിമിയോൻ എവിടെയാണെന്ന് ദൈവമേ. ഗൈസ് തെയ്യം നിൽപ്പുണ്ട്. നമ്മുടെ സിമിയോൻ ഇവിടെ നിൽപ്പുണ്ട് ഗൈസ്. അങ്ങോട്ട് കയറ്റിയാണ് സിമിയോൻ 2 പറയാം ഗൈസ്. എൻ്റെ ഫെറാറി ലംബോർഗിനി ഗൈസ്. ഇത്ര 2 എൻ്റെ ഗൈസ്. എടോ സിമിയോനെ, താൻ എന്തൊരു മണ്ടനാടോ. താനീ ഇതിന്റെ ഈ കാറൊന്നും നോക്കാതെയാണ് ഇവിടെ വാങ്ങിച്ചിടുന്നത്. എന്തോ സംഭവിച്ചെന്നാ? താൻ ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം എന്താ സംഭവിച്ചെന്ന്. അതെ ഇങ്ങോട്ട് വാ. അതെ നോക്ക്, പേര് നോക്ക്. താൻ പേര് നോക്ക്. വന്ന് വാ നോക്ക്. എവിടെ പോന്ന് കണ്ട? പേര് കണ്ട? താൻ ഇതൊന്നും നോക്കാതെയാണ് ഇവിടെ വാങ്ങിച്ചിരുന്നത്. സോറിയുടെ ഫ്രാങ്ക്ലിനെ, സോറി. എന്താ പ്രശ്നം? പ്രശ്നം എന്താന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കഥയാണത് സിമിയോണെ. തൻ്റെ അടുത്ത് എനിക്ക് ഒന്നേ ചോദിക്കാനുണ്ട്. ഈ കാർ ഇവിടെ കൊണ്ട് വിറ്റത് ആരാന്ന് മാത്രം താൻ പറഞ്ഞാൽ മതി. സോറി ഫ്രാങ്ക്ലിൻ, എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. സിമിയോൺ ഇത് അത്രയ്ക്ക് പ്രശ്നമുള്ള കാര്യമായതുകൊണ്ടാണ് ചോദിക്കുന്നത്. തനിക്കിത് ആരും ഇവിടെ കൊണ്ട് തന്നത്? എൻ്റെ കയ്യിലുള്ള എത്ര കോടികളൊക്കെയാണ് അവരടിച്ചുകൊണ്ടും പോയേക്കുന്നത്. എൻ്റെ 2 കാറ് തനിക്കൊണ്ട് വിൽക്കുകയും ചെയ്തു. ഇതാരാ തന്നെന്ന് പറ. ഞാൻ പറയാം, പക്ഷെ എനിക്ക് നീ ഒരു ഉപകാരം ചെയ്യണം. എൻ്റെ ഒരു കാറ് പോലീസുകാരെ പിടിച്ചിട്ട് നീ പോയി എനിക്കത് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ആരാണ് പറഞ്ഞുതരാം. അതിൻ്റെ ഇടയിൽ കൂടെ അല്ലേ? ശരി, ഞാൻ പോയി എടുത്തോണ്ട് വന്നിട്ട് പറഞ്ഞോണം. സിമിയോന്റെ ഏതോ കാറ് പോയി എടുത്തു കൊടുത്താലേ സിമിയോൻ പറയത്തുള്ളൂ എന്നാണ് കേസ് പറയുന്നത്. ഇവനിട്ട് ലാസ്റ്റ് ഒരു പണി കൊടുക്കാം കേസ് നമുക്ക്. അപ്പം എന്തായാലും നമ്മുടെ ആവശ്യം നടക്കണം. നമുക്ക് മറ്റേവന്മാരെ എന്തായാലും എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. അപ്പം എന്തായാലും നമുക്കിപ്പോൾ വണ്ടി ഇടിച്ചാണ്. ഇത് അവന്മാരുടെ വണ്ടിയാണ് കേസ്. ഇതും കൊണ്ട് മറ്റേ ആൾ അന്നിട്ട് ലൊക്കേഷനിലോട്ട് പോകണം. പക്ഷെ അതിന് മുമ്പ് ഇത് ആരാ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ. ഇതിനായിട്ട് നമുക്കിപ്പം ആദ്യമേ പോകേണ്ടത് പോലീസ് സ്റ്റേഷനിലോട്ട് പോയി ആ കാറ് സിമിയോൺ എടുത്തു കൊടുക്കണം. അപ്പം നമ്മളിത് പോലീസ് സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒന്നും ആരും ഇല്ലെന്ന് ഗൈസ്. ഇവിടെ പോലീസുകാരൊന്നും ഇല്ല ഗൈസ്.
നമുക്ക് പെട്ടെന്ന് ഇറങ്ങിയ കാറ് പോയി പെട്ടെന്ന് എടുത്തിട്ട് ഓടിപ്പോവാം ഗൈസ്. ഇവിടെ ഒന്നും ആരും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം ഗൈസ്. നമുക്ക് പെട്ടെന്ന് കാർ എന്തായാലും എടുക്കാം ഗൈസ്. ഓ ഗൈസ്, നമ്മുടെ കാറ് നമ്മൾ പയ്യെ എടുത്തിട്ടുണ്ട് ഗൈസ്. പെട്ടെന്ന് എടുത്തു ഗൈസ്. ഇത് ഫുള്ളി ആർമേഡ് വെഹിക്കിളാണ് കേട്ടോ. ഓ ഗൈസ്, പെട്ടെന്ന് പോയിക്കോ. മാറി ചേട്ടാ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളാ വണ്ടി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇതുകൊണ്ട് സിമിയോന്റെ കൈ കൊണ്ട് കൊടുക്കാം ഗൈസ്. സിമിയോണെ എന്നാ തൻ്റെ വണ്ടി? ഇനി പറ, ഇത് ആരാന്ന് പറ ഇത് നിനക്കൊണ്ട് തന്നത്. തോന്നുന്നത് ഇത് എൻ്റെ കൈ കൊണ്ട് തന്നത് ലെസ്റ്ററാണ്. ലെസ്റ്ററോ? സിമിയോൺ ഉറപ്പാണ് ലെസ്റ്റർ തന്നെയാണെന്ന്. അവിടെ എനിക്ക് ഉറപ്പാണ് ലെസ്റ്ററാണ്. ലെസ്റ്ററിൻ്റെ ആൾക്കാരാണ് എനിക്കൊണ്ട് തന്നത്. എനിക്ക് ലെസ്റ്റർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളുകളും അവന് ഈ കാറിന് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാ ഓക്കെ സിമിയോണെ, അപ്പൊ ഞാൻ വണ്ടി എടുത്തോട്ടെ. അവിടെ നീ വണ്ടി എടുത്തോണ്ട് പോയിക്കോ. അവരെന്തെങ്കിലും പൈസ ചോദിച്ചു വന്നിട്ടായിരുന്നു. ഓക്കെ സിമിയോണെ, ഞാൻ എടുക്കുക. ഒരു വണ്ടി ഇവിടെ കിടന്നോട്ടെ കേട്ടോ തൽക്കാലം. ഞാൻ ഇപ്പം ലംബോർഗിനകത്ത് എടുക്കുക. ഓക്കേടോ ഫ്രാങ്ക്ലിൻ. ഗൈസ്, ഇപ്പോൾ നമുക്ക് ഒരാളെയും കൂടെ കൂട്ടാനുണ്ട് ഗൈസ്. നമ്മുടെ മൈക്കിളിനെയും കൂടെ കൂട്ടണം. മൈക്കിളിന് ചിലപ്പോൾ അറിയായിരിക്കും ഈ ലെസ്റ്റർ അവിടെ ഉള്ളത്. ഈ ലെസ്റ്ററിൻ്റെ ഉള്ളത് കൊടുക്കാം ഗൈസ്. നമ്മുടെ കൂടെ എന്നിട്ട് ചതിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗൈസ്. നമുക്ക് എന്തായാലും നമ്മുടെ മൈക്കിളിനൊന്ന് വിളിക്കാം ഗൈസ്. പെട്ടെന്ന് നമുക്ക് വണ്ടി ഒന്ന് ഇങ്ങോട്ട് ഒതുക്കിയിട്ട് നമ്മുടെ മൈക്കിളിനൊന്ന് വിളിക്കാം ഗൈസ്. നമ്മൾ നമ്മുടെ മൈക്കിളിനെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. എടോ മൈക്കിളെ, എൻ്റെ പൊന്നു മൈക്കിളെ, പെട്ടെന്നൊന്ന് കയറി, പെട്ടെന്നൊന്ന്. എന്തോടെ പ്രശ്നം? എന്തോ തനിക്ക് ലെസ്റ്റർ എവിടെ ഉണ്ടെന്ന് അറിയാവോ? ആ പറ, ലെസ്റ്റർ എവിടെ ഉണ്ടെന്ന് പറ. ലെസ്റ്റർ എവിടെയോ പോയെന്ന് എന്നെ വിളിച്ചിരുന്നു നേരത്തെ. എന്തോ കാര്യം പറഞ്ഞേ? അയാള് നമ്മുടെ കൂടെ നിന്ന് ചതിക്കുമായിരുന്നു. അയാൾ എൻ്റെ വീടിൻ്റെ അകത്ത് മൊത്തം എല്ലാം എടുത്തിട്ട് എൻ്റെ കാറ് കൊണ്ട് സിമ കൊണ്ടെടുത്ത് വിറ്റ്, എന്നിട്ട് വീടിൻ്റെ അകത്ത് മൊത്തം ഗാർബേജ് വേസ്റ്റും എല്ലാം കൊണ്ട് ഇട്ട്. എന്നിട്ട് എൻ്റെ കോടിക്കണക്കിന് രൂപയാണ് അയാൾ അടിച്ചുകൊണ്ടും പോയത്. അയാളും അയാളുടെ ടീമും കൂടെ. അയാൾ മറ്റേ പർപ്പിൾ ഗ്യാങ്ങായിട്ട് കൂടിച്ചേർന്നിട്ട് എൻ്റെ പൈസ മൊത്തം അയാൾ എടുത്തോണ്ടായി. താൻ പറ, അയാൾ എവിടെ ഉണ്ടെന്ന് പറ. അയാളെ പിടിക്കാൻ നമുക്ക്. അയാളെ പിടിച്ചല്ലേ ഇരുത്തുള്ളൂ. അയാൾ നമ്മുടെ മറ്റേ ഇവിടെ ഉണ്ട്, മറ്റേ ട്രവറിന്റെ വീടിന്റെ അവിടെ ഒരു ഇതില്ലേ, എയർപോർട്ട്, അവിടെ ഉണ്ട് അയാൾ. എന്നാ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകാം. ഓക്കെ ഫ്രാങ്ക്ലിൻ. ഗൈസ്, അപ്പം നമ്മളാണ് അങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിന്നാണ് മൈക്കിള്. ഗൈസ്, അതിൻ്റെ അകത്ത് ആരൊക്കെ നിൽക്കുന്നുണ്ട്. അവന്മാർ തന്നെ ആയിരിക്കും ഗൈസ് മിക്കവാറും. മൈക്കിള് വാ ആണോ? അതേ നിൽക്കുന്നു. എനിക്ക് ലെസ്റ്ററിനെ ഒന്ന് കാണണോടാ. ലെസ്റ്റർ സാർ ഡാൻസ് കളിക്കുകയാണ്. ലെസ്റ്റർ സാർ ഡാൻസ് കളിക്കുമ്പോൾ നീ എന്നാ കേട്ടണ്ട എന്നാ? നീ കേട്ടണ്ടാ ടാടാ ലെസ്റ്ററേടാ. നിന്റെ ആൾക്കാരെ തൊടല്ലെന്ന്. എൻ്റെ വീട്ടിൽ വന്ന് ഇതല്ല എൻ്റെ കാശ് കൊടുത്തൊന്നും ഈ വീട് മൊത്തം അലങ്കോലം ആക്കിയിട്ട് നിന്റെ ആൾക്കാരെ തൊടല്ലെന്നാ. നിന്റെ ആൾക്കാരല്ല, ഞാൻ നിന്നെ തൊടുകൂടാ. ഇവനെ ഞാൻ കൊല്ലും. ഇവനെ ഇട്ട് എടോ. പിന്നെ ഞാൻ എന്ത് ചെയ്യണ്ട? ഇവൻ എൻ്റെ പൈസ മൊത്തം കിടക്കുന്നുണ്ടോ? ഇവനെ ഒറ്റ ചവിട്ട്. ഇവൻ കൂടെ എന്നിട്ട് ചതിച്ചവനാ. ഇവൻ്റെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ ഇവൻ. അപ്പം മൈക്കിളിപ്പോ എന്തോ ചെയ്യണ്ടെന്തോ? ശരി, എൻ്റെ വീട് മൊത്തം ഇവന്മാരെ 3 നേരം കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യിപ്പിക്കാം. ഇനി പൈസയൊക്കെ എടുത്തോണ്ടും വന്നേക്കുമല്ലോ. ഓക്കെ. എന്നാ ഞാൻ അങ്ങോട്ട് പോകുക കേട്ടോ. എന്നാലും നമ്മൾ ലെസ്റ്റർ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും നമ്മളെല്ലാം തിരിച്ച് കിട്ടി ഗൈസ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. ഒന്നും തിരിച്ച് കിട്ടിയില്ലല്ലേ, ലെസ്റ്ററിനെ ഞാൻ കൊന്നാനേ ഗൈസ്. എന്തായാലും എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവന്മാരെ ഫ്രാങ്ക്ലിൻ മൈക്കിൾ കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. എന്നാലും ലെസ്റ്റർ ഇങ്ങനെ കൂടെ എന്നിട്ട് ചതിക്കുമെന്ന് വിചാരിച്ചില്ല. അതാണ് ഗൈസ് എനിക്ക് സങ്കടം. എന്തായാലും നമ്മുടെ സാധനമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ ചെറുത്തോണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അടുത്ത വീഡിയോ അടുത്ത ദിവസം വരാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്.